നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനി അതിർത്തി നിയന്ത്രണങ്ങൾ വീണ്ടും നീട്ടി. യൂറോപ്പിലെ സ്വതന്ത്ര സഞ്ചാരം വീണ്ടും പ്രതിസന്ധിയിലേക്കെന്നാണ് റിപ്പോർട്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള അതിരുകളില്ലാത്ത സ്വതന്ത്ര സഞ്ചാര സംവിധാനമായ ഷെങ്കൻ ഉടമ്പടിയെ വീണ്ടും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ 9 കര അതിർത്തികളിലെയും കർശന പരിശോധനകൾ നീട്ടാൻ ജർമ്മനി തീരുമാനിച്ചു. 2027 മാർച്ച് പകുതി വരെ അതിർത്തി നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് ഫെഡറൽ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡ്രോമിന്റ് ഇത് സംബന്ധിച്ച അറിയിപ്പ് യൂറോപ്യൻ കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. യൂറോപ്യൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് പ്രത്യേക എതിർപ്പുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ നിലവിലെ പരിശോധനകൾ തടസ്സമില്ലാതെ അടുത്ത വർഷം ആദ്യപാദം വരെ തുടരും. ഇതോടെ ജർമ്മനിയിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കും പ്രവാസികൾക്കും അതിർത്തിയിലെ പരിശോധനകൾ തുടർന്നും നേരിടേണ്ടി വരും. ഇപ്പോൾ അവധിക്കാലമായതുകൊണ്ട് വാഹനങ്ങളിൽ അതിർത്തി കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുന്നവർക്ക് കൂടുതൽ സമയം കാത്തിരിപ്പ് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ എല്ലാവരും കൂടുതൽ സമയം യാത്രയ്ക്ക് കരുതി വേണം ഇറങ്ങാൻ. ജർമ്മനിയിലെ ഹെസൻ സംസ്ഥാനത്തുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ 2 കൗമാരക്കാർക്ക് ദാരുണാന്ത്യം. 5 പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന കാറിൽ 14നും 15 ഇടയിൽ പ്രായമുള്ള 8 കുട്ടികൾ കയറി അമിത വേഗത്തിൽ സഞ്ചരിക്കവേ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ട്രക്കിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന 15 വയസ്സുകാരനും ഒപ്പമുണ്ടായിരുന്ന 14 വയസ്സുള്ള പെൺകുട്ടിയുമാണ് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചത്. ഹെസനിലെ നിഡ നഗരത്തിന് സമീപം ഓബർലൈനിലെ സംസ്ഥാന പാതയിലാണ് ഉച്ചയ്ക്ക് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. കാർ അതിശക്തമായി ഇടിച്ചതിനെ തുടർന്ന് നിർമ്മാണ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിയിടിക്കുകയും കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തു. കാറിലുണ്ടായിരുന്ന ബാക്കി 6 കുട്ടികൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ എയർ ആംബുലൻസ് വഴിയാണ് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയത്. നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്ന 2 തൊഴിലാളികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഈ മേഖലയിലെ റോഡ് ഗതാഗതം മണിക്കൂറുകളോളം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതും നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകളെ കയറ്റുന്നതും പ്രായപൂർത്തിയാകാത്ത ആൾ വാഹനം ഓടിക്കുന്നതും, അതായത് 17 വയസ്സ് മുതൽ ലൈസൻസ് എടുത്ത് ഓടിക്കാമെന്ന പ്രത്യേക അനുവാദത്തോടെ അല്ല എങ്കിൽ വലിയ കുറ്റകരവും കനത്ത ശിക്ഷാർഹവുമാണ്. ജർമ്മനിയുടെ തെക്കൻ മേഖലകളിൽ കനത്ത നാശം വിതച്ച് ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റും അതിശക്തമായ മഴയുമുണ്ടായി. ബോഡൻസി മുതൽ ചെക്ക് അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ബവേറിയയിലെ പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റും ചിലയിടങ്ങളിൽ ചുഴലിക്കാറ്റും ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഫ്രാങ്കനിലെ പ്രദേശങ്ങളിൽ മിനിറ്റുകൾക്കുള്ളിൽ പെയ്തിറങ്ങിയ കനത്ത മഴയിൽ മാർക്കറ്റും വീടുകളിലെ ബേസ്മെന്റുകളും വെള്ളത്തിനടിയിലായി. വ്യാഴാഴ്ച റൈലാൻഡ് പാലിസിലും തൂരിങ്ങിലും മരം വീണ് 2 പേർ മരിച്ചിരുന്നു. തെക്കൻ ജർമ്മനിയിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും തുറസായ സ്ഥലങ്ങളിൽ ഇറങ്ങരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നീണ്ട വരൾച്ചയ്ക്കിടയിൽ ജർമ്മനിയിലെ വിവിധ ഭാഗങ്ങളിൽ ആഞ്ഞടിച്ച ശക്തമായ കൊടുങ്കാറ്റിലും മഴയിലും പ്രകൃതിക്ഷോഭത്തിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി വീടുകൾ തകരുകയും ചെയ്തു. ബവേറിയയിൽ 3500 പേരെ ഔട്ട്ഡോർ വേദിയിൽ നിന്നും സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. എസനിലെ വെറ്റ്സ്ലാർ മേഖലയിൽ 60ഓളം വീടുകൾക്കാണ് ചുഴലിക്കാറ്റിൽ ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചത്. തൂരിങ്ങൻ, ബ്രാൻഡൻബർഗ് എന്നിവിടങ്ങളിലും കൊടുങ്കാറ്റുണ്ടായി. മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് അമേരിക്കയിലെ ചിക്കാഗോയിലേക്ക് പറന്നു വരുന്ന ലുഫ്താൻസ വിമാനം യാത്രക്കാരന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് വഴിതിരിച്ചുവിട്ടു. തുടർന്ന് വിമാനം സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു. 358 യാത്രക്കാരുമായി വ്യാഴാഴ്ച രാവിലെ 11:24 ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും പുറപ്പെട്ട ബോയിങ് 747-8 ജംബോ ജെറ്റിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നത്. 9 മണിക്കൂർ നീളുന്ന യാത്രക്കിടെ വിമാനം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ എത്തിയപ്പോഴാണ് ഒരു യാത്രക്കാരന് ഗുരുതരമായ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. രോഗിക്ക് അടിയന്തര വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനായി പൈലറ്റ് അടിയന്തരമായി വിമാനം ഗ്ലാസ്കോയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ജർമ്മൻ സമയം ഉച്ചയ്ക്ക് 2:25 വിമാനം ഗ്ലാസ്കോയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. രോഗബാധിതനായ യാത്രക്കാരന്റെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഡ്യൂട്ടി സമയം കഴിഞ്ഞതിനാൽ ചിക്കാഗോയിലേക്കുള്ള യാത്ര പൂർണ്ണമായി റദ്ദാക്കാനും ലുഫ്താൻസ തീരുമാനിച്ചു. അടുത്തത് ജർമ്മനിയിൽ താമസിക്കുന്ന ആളുകളെയെല്ലാം ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ജർമ്മൻ ആശുപത്രികളിലെ പിഴവുകൾ പെരുകുകയും മെഡിക്കൽ വീഴ്ചകളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിശകലനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജർമ്മനിയിലെ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ചികിത്സാ പിഴവുകളും വീഴ്ചകളും വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് പ്രമുഖ വാർത്താ ചാനലായ ZDF ആണ് വിശകലനം പുറത്തുവിട്ടിരിക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുടെ മെഡിക്കൽ സർവീസ് വിഭാഗം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വാർത്തയുടെ ഉറവിടം. ചികിത്സയ്ക്കിടെ സംഭവിക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ
രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലുള്ള സാഹചര്യം ദയനീയമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രതിവർഷം ആയിരക്കണക്കിന് മെഡിക്കൽ വീഴ്ചകളെ കുറിച്ചുള്ള പരാതികളാണ് ജർമ്മനിയിൽ പരിശോധിക്കപ്പെടുന്നത്. ഇതിൽ ഗണ്യമായ ഒരു ഭാഗം യഥാർത്ഥത്തിൽ സംഭവിച്ച ചികിത്സാ പിഴവുകളാണെന്ന് മെഡിക്കൽ ബോർഡുകൾ സ്ഥിരീകരിക്കുന്നു. രോഗികൾക്ക് നേരിടേണ്ടി വരുന്ന സ്ഥിരം വൈകല്യങ്ങൾക്കും ചില സന്ദർഭങ്ങളിൽ മരണങ്ങൾക്കും ഇത്തരം അശ്രദ്ധകൾ കാരണമാകുന്നുണ്ട്. ജീവനക്കാരുടെ കടുത്ത ക്ഷാമവും അമിതഭാരവും ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും നഴ്സിംഗ് സ്റ്റാഫുകളുടെയും കടുത്ത ക്ഷാമവുമാണ് പിഴവുകൾ കൂടാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തുടർച്ചയായ ഷിഫ്റ്റുകളും ആവശ്യത്തിന് വിശ്രമമില്ലായ്മയും ജീവനക്കാരിൽ അമിത ക്ഷീണത്തിനും ശ്രദ്ധക്കുറവിനും കാരണമാകുന്നുണ്ട്. രോഗികളുടെ രോഗവിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിലും ഷിഫ്റ്റ് മാറ്റങ്ങളിൽ വിവരങ്ങൾ കൈമാറുന്നതിലും വരുന്ന പാളിച്ചകൾ, ഗുരുതരമായ മരുന്ന് മാറി നൽകലുകളെല്ലാം തന്നെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശസ്ത്രക്രിയ പിഴവുകളും എടുത്തു പറയുന്നുണ്ട്. സാമ്പത്തിക ലാഭത്തിന് മുൻഗണന നൽകാതെ രോഗികളുടെ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് ആശുപത്രി സംവിധാനങ്ങൾ ഉടച്ചു വാർക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു. പിഴവുകൾ തുറന്നു പറയാനും അവ തിരുത്താനുമുള്ള സുതാര്യമായ സംസ്കാരം വികസിപ്പിക്കണമെന്നും റിപ്പോർട്ട് തുടരുന്നുണ്ട്. ജർമ്മനിയിലെ ആരോഗ്യമേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രോഗി സുരക്ഷ കൂടുതൽ അപകടത്തിലാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മെഡിക്കൽ സർവീസ് പ്രതിവർഷം ഏകദേശം 12,000 മുതൽ 13,000 വരെ ചികിത്സാ പിഴവ്, അതോടൊപ്പം സംശയ കേസുകളുമാണ് വിശദമായി പരിശോധിക്കുന്നത്. പരിശോധിച്ച കേസുകളിൽ ഏകദേശം 25% മുതൽ 30% വരെ യഥാർത്ഥത്തിൽ സംഭവിച്ച മെഡിക്കൽ പിഴവുകളാണെന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 80% കേസുകളിലും പിഴവ് മൂലം രോഗിയുടെ ആരോഗ്യത്തിന് നേരിട്ട് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായും നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിവർഷം 2,500-ലധികം രോഗികൾക്ക് മെഡിക്കൽ വീഴ്ചകൾ കാരണം സ്ഥിരമായ ശാരീരിക വൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേസമയം ഒട്ടനവധി ആളുകൾ മരണപ്പെടുന്നതായും ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ പിഴവുകൾ നടക്കുന്ന പ്രധാന മേഖലകൾ എന്തെന്ന് ചോദിച്ചാൽ ഓർത്തോപീഡിക്സ്, ട്രോമാറ്റോളജി, ഇവിടെ 30% പിഴവുകളാണ് ഉണ്ടാകുന്നത്. ജനറൽ സർജറി വിഭാഗത്തിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഗൈനക്കോളജിയും പ്രസവ ശുശ്രൂഷയും എല്ലാം തന്നെ ചിലയിടങ്ങളിൽ താറുമാറായിട്ടുണ്ട്. പ്രസവ സമയത്തെ പരിചരണക്കുറവുകൾ, മരുന്നുകളുടെ ഉപയോഗം, മരുന്നുകളുടെ അളവിലും സമയത്തിലും വരുന്ന തെറ്റുകൾ, ഡ്രഗ് അലർജികൾ എല്ലാം തന്നെ ഇപ്പോൾ പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ ജീവനോടെ ജർമ്മനിയിലെ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി കയറിയാൽ മിക്കപ്പോഴും പെട്ടിയിലായിരിക്കും പുറത്തു വരിക എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പ്രധാന മറ്റൊരു കാരണം വിദേശികളാണ് ഇപ്പോൾ ജർമ്മനിയിലെ മിക്ക ആശുപത്രികളിലും ജോലി ചെയ്യുന്നത്. ഇവർക്ക് ഭാഷയുടെ കുറവ് ഒരു വശത്തൂടെ വരുമ്പോൾ അവർക്ക് തന്നെ പ്രായോഗികമായ പരിശീലനം കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ജർമ്മനിയിലെ ആരോഗ്യ മേഖല എല്ലാ തരത്തിലും മോശമായി മുന്നേറുകയാണ്. യൂറോപ്പിനെ ചുട്ടുപൊള്ളിച്ച കനത്ത വേനൽക്കാലത്ത് ജർമ്മനിയിൽ ചൂട് മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മരിച്ചത് 14,000-ഓളം പേരെന്ന് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. മുൻപ് 2018-ൽ രേഖപ്പെടുത്തിയ ഉയർന്ന മരണനിരക്കിനെയും മറികടക്കുന്ന കണക്കുകളാണിത്. റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വ്യാഴാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറയുന്നത്. ജൂൺ അവസാന വാരത്തിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിനും മുകളിലേക്ക് ഉയർന്ന ഒറ്റ ആഴ്ചയിൽ മാത്രം ഏകദേശം 9,600 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും സൂചിപ്പിക്കുന്നു. പടിഞ്ഞാറൻ യൂറോപ്യൻ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ജൂൺ മാസമായിരുന്നു കടന്നുപോയത്. ജർമ്മനിയിലെ ആദ്യകാല പ്രവാസി മലയാളി ഹെർണയിൽ താമസിക്കുന്ന ചിന്നമ്മ വള്ളോന്തറ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. പെരുവന്താനം കടുവാപ്പാറ കോഴിമല കുടുംബാംഗമാണ് പരേത. സംസ്കാരം പിന്നീട് നടക്കും. കല്ലുപ്പാറ സ്വദേശി പരേതനായ ബെനഡിക്ട് വള്ളോന്തറയാണ് ഭർത്താവ്. മക്കൾ ഷീബ, സ്വൻ, മരുമക്കൾ വിൻസി, പ്രീത, കൊച്ചുമക്കൾ ജയൻ, അജയ്. ചിന്നമ്മ വള്ളോന്തറയുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രതിമ പോളണ്ടിലെ കൊണോട്ടോപ്പി ഗ്രാമത്തിൽ തീർത്ഥാടകർക്കായി തുറന്നുകൊടുത്തു. 182 അടി ഉയരമുള്ള ഈ കൂറ്റൻ ശില്പം യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള മാതാവിന്റെ പ്രതിമയും ലോകത്തിലെ രണ്ടാമത്തെ വലിയ കന്യാമറിയത്തിന്റെ പ്രതിമയുമാണ്. ബ്രസീലിലെ വിഖ്യാതമായ ക്രൈസ്തി റെഡിമീർ പ്രതിമയേക്കാൾ ഉയരത്തിലാണ് ഈ വിസ്മയം നിർമ്മിച്ചിരിക്കുന്നത്. തലസ്ഥാനമായ വാഴ്സോയിൽ നിന്ന് ഏകദേശം 100 മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന കൊണോട്ടോപ്പിയിലെ പ്രശസ്തമായ കപ്പേളയ്ക്ക് സമീപമാണ് സ്റ്റീലും കോൺക്രീറ്റും ഉപയോഗിച്ച് ഈ നിർമ്മിതി പൂർത്തിയാക്കിയത്. പോളണ്ടിലെ പ്രമുഖ വ്യവസായി റോമൻ കർക്കോസിയും ഭാര്യ ഗ്രസീനയും ചേർന്നാണ് 26 ദശലക്ഷം $US ചെലവഴിച്ച് പദ്ധതി പൂർത്തിയാക്കിയത്. 133 അടി ഉയരമുള്ള മാതാവിന്റെ രൂപവും കിരീടത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച 49 അടി ഉയരമുള്ള പീഠവും ചേരുന്നതാണ് ശില്പം. പീഠത്തിന്റെ മുകളിലെ ടെറസിൽ നിന്ന് സന്ദർശകർക്ക് ഗ്രാമത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള സൗകര്യമുണ്ട്. ഓഗസ്റ്റ് 15-ന് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിലാണ് പ്രതിമ
വിശ്വാസികൾക്കായി സമർപ്പിച്ചത്. വ്ളൊക്ലാവെക് രൂപതാ ബിഷപ്പ് ക്രിസ്റ്റോഫ് വെറ്റ്കോവ്സ്കി ആശീർവാദം നിർവഹിച്ചു. ചടങ്ങിൽ ഹെലികോപ്റ്ററിൽ നിന്നുള്ള പുഷ്പവൃഷ്ടിയും ഉണ്ടായിരുന്നു. ഇതോടെ തീർത്ഥാടകരെയും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഈ പോളിഷ് ഗ്രാമം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറഞ്ഞാൽ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും പുതിയ തിരുവോണം ആൽബം ശ്രാവണ പുലരി കാണാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.